ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് കുറച്ച് മാങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാം നല്ലപോലെ പഴുത്തിരിക്കുക. അപ്പം വിചാരിച്ച് ഇച്ചിരി മാമ്പഴ പുളിശ്ശേരി അങ്ങ് ഉണ്ടാക്കിയാലോ എന്ന്. കളയണ്ടല്ലോ മാങ്ങ, എല്ലാം കൂടെ പുളി കഴിക്കണ്ട. അപ്പോൾ ഒരു കറി പോലെ വെച്ചാൽ നമുക്ക് കൂട്ടാമല്ലോ പിന്നെയും. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ പിന്നെ എന്തോ വിഷുവോ ഓണമോ ഒന്നും ഇല്ലല്ലോ, പിന്നെന്തിനാന്ന് വെറുതെ വെക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കണ്ട നല്ല മാങ്ങായ കേട്ടോ, നല്ല പഴുത്ത മാങ്ങായ കേട്ടോ. നോക്കട്ടെ, വെച്ചിട്ടേ നമുക്കൊന്ന് വെച്ച് കഴിച്ചാലോ. എല്ലാം നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചങ്ങ് നല്ലപോലെ പഴുത്ത് പോയി, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് കൂടും. ഇതിനകത്തുള്ള മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പിട്ട് വിടാം. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇട്ടോട്ടെ. നമുക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ഒരു സ്പൂൺ ശർക്കരപ്പൊടി കേട്ടോ. ഒരു സ്പൂണിൻ്റെ ശർക്കരപ്പൊടി ഇട്ട് വിടാം. ഓക്കെ, നമുക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. അങ്ങ് വേകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിന് 2-5 ചെറിയ ജീരകം ഇടുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ തൈരാണ് ഞാൻ അടുത്തത് ഇടുന്നത് കേട്ടോ. തൈര് 2 സ്പൂൺ ഇടുന്നുണ്ട്. നല്ല കട്ട തൈരാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, 2 സ്പൂൺ തൈര് ഇട്ട് ഇനി നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. നമ്മുടെ കഷ്ണമെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കാം, നല്ല അടിപൊളിയായി. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശർക്കരപ്പൊടിയും എല്ലാം കൂടെ നല്ല വെന്ത് അങ്ങ് ഉടഞ്ഞ് വെണ്ണ പോലെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നോക്കിക്കേ, നല്ലപോലെ അരച്ച് വെച്ച അരപ്പാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി മിക്സാക്കി നോക്കാം. തന്നെ മാങ്ങ നല്ല പഴുത്ത മാങ്ങയായിരുന്നു കേട്ടോ. നല്ല കളറായിരുന്നേ, അതുകൊണ്ട് തന്നെ ഇത്ര നല്ലൊരു കളറും വന്നത് കണ്ട. നോക്കിക്കേ, നമുക്ക് കടുക് വറുക്കാനായിട്ട് പാൻ അടുപ്പ് വെച്ചിട്ട് നമുക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. നെയ്യായാലും നല്ലൊരു നെയ്യാണ്. നമ്മൾ വെളിച്ചെണ്ണയ്ക്കായി നല്ല ഒരു സ്മെല്ലൊക്കെ നെയ്ക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇതൊന്ന് ചൂടാകട്ടെ, നമുക്ക് ചൂടാകാൻ കാത്തിരിക്കാം. നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് ഈ കടുക് ഒന്ന് പൊട്ടുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് വറ്റൽമുളക് കറിവേപ്പിനും കൂടെ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് നമ്മുടെ കടുവെല്ലാം താളിച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഒഴിച്ച് കൊടുത്താലോ? ഒഴിക്കാം അല്ലേ? ഒഴിച്ച് കൊടുത്തേക്കാം. ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം അല്ലേ, എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അടിപൊളിയുണ്ട. നോക്കിക്കേ, നല്ല സൂപ്പർ കളറല്ലേ. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവരും അവരുടെ സ്റ്റൈലിൽ ചെയ്യും. അപ്പം ഞാൻ എൻ്റെ സ്റ്റൈലിൽ ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈലിൽ ചെയ്യും. എപ്പോഴും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുവാണ്. ഇനി എല്ലാവരും മാങ്ങ കിട്ടിയാൽ കളയണ്ട, എപ്പോഴും കടിച്ചങ്ങ് തിന്നാൻ നിൽക്കണ്ട, കറി വെച്ച് കഴിച്ചോളൂ. അപ്പം നമുക്ക് 2 ദിവസം കറിയൊക്കെ കൂട്ടാമല്ലോ കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് സ്നേഹം എനിക്ക് വേണം കേട്ടോ. ഓക്കെ, പ്ലീസ്, താങ്ക് യു.